ഹേ ഗായ്സ്, ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് 2024 എൻ്റെ ജേണലിലെ ഫ്ലിപ്പ് ത്രൂ ആണ്. ഈ ബുക്ക് ഒരു ബുള്ളറ്റ് ജേണലാണ്. ബുള്ളറ്റ് ജേണൽ എന്ന് പറയുമ്പോൾ ഫോട്ടോസ്, നമ്മൾ കുറേ തോട്ടുകൾ, പിന്നെ ചിത്രങ്ങൾ, അതിനകത്ത് കുറേ കാര്യങ്ങൾ ആഡ് ആക്കാനൊക്കെ പറ്റും. ഈ ജേണലിൻ്റെ മുന്നേ എനിക്ക് കുറേ ഡയറീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നെടുത്ത ഫോട്ടോസും ഒക്കെ കൂടെ ഈ ജേണലിലാണ് ഞാൻ ഒട്ടിച്ചത്. ഇതിൽ 2024 കാര്യങ്ങൾ മാത്രമല്ല ഉള്ളത്, കുറേ 2023, 22, 21 പിന്നെ 19 ഒക്കെ ഉണ്ട്. മെയിനായിട്ട് ഞാനിത് തുടങ്ങിയ സമയത്ത് എനിക്ക് എല്ലാം കൂടെ ഒറ്റൊന്നിലേക്ക് ആക്കണം എന്നായിരുന്നു. ഇതല്ലാതെ എനിക്ക് ഫോട്ടോൻ്റെ ഒരു ആൽബം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്നും കൂടെ ഞാൻ ഫോട്ടോ ഇതിലേക്ക് ഒട്ടിച്ച് ഇത് ഒരൊറ്റ ജേണലാക്കി എടുക്കുക ചെയ്തത്. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പഴയ ക്രിഞ്ച് സാധനങ്ങളൊക്കെ കാണുമ്പോൾ അത് മാറ്റി പുതിയതാക്കണം, അങ്ങനെ ഒരു തോട്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ ആ പഴയ ഡയറിയും ജേണലും ഒക്കെ ഞാൻ പോക്കിയിട്ട് ഇതിലേക്ക് ആക്കാനുള്ള കാരണം അതായിരുന്നു. ഈ ജേണൽ ഒരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് എല്ലാവരെയും ഫോട്ടോസും കസിൻസ് അങ്ങനെയൊക്കെ ഓരോ പേജുകളിലേക്ക് ആക്കിയിട്ടാണ് എഴുതിയത്. ഇതിൽ ബുജോ സെറ്റപ്പുകൾ കുറവാണ്. എന്തായാലും എന്നോട് ഈ ജേണൽ കാണിക്കാമെന്ന് ചോദിച്ചിട്ട് കുറച്ച് പേര് 2-3 ആൾക്കാർ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ അന്ന് മുതൽ 2 ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും പോസ്റ്റ് ചെയ്യുക അങ്ങനെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. പിന്നെ എൻ്റെ മടി കാരണം ഇത് നീണ്ടു പോയി. അപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടി എഴുതാനും ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഇത് അപ്ലോഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതവിടെ നിൽക്കട്ടെ, എന്തായാലും അപ്ലോഡ് ചെയ്യാം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് പണ്ട് മുതൽ എന്തെങ്കിലും കാര്യം കിട്ടിയാൽ അത് തല്ലിപ്പൊളിക്കുക, അതുമാതിരി കേടാക്കി വെക്കുക, ഇതായിരുന്നു പണി. പിന്നെ ഒരു ഏജ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കുക. അതേമാതിരി ഒരു മിഠായിൻ്റെ കടലാസാണെങ്കിൽ പോലും ഞാനത് എടുത്ത് വെക്കും. അപ്പോൾ എൻ്റെ കയ്യിലൊരു ഡയറി മിൽക്കിൻ്റെ കവർ കളക്ഷൻ പോലും ഉണ്ടായിരുന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പം കുറേ പ്ലാസ്റ്റിക് കവറൊക്കെ ആയപ്പോഴത്തേക്കും ഞാനത് കൊണ്ടിട്ടാഞ്ഞ്. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് ആവശ്യമുള്ള പേപ്പേഴ്സ് അങ്ങനത്തെ ഓരോന്നും എടുത്ത് വെച്ചിട്ട് ഈ ജേണലിൻ്റെ ഓരോ പോക്കറ്റ്സ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ ഓട്ടോഗ്രാഫ് ബുക്സൊക്കെ ഈ 10th എത്തുന്ന സമയത്ത് എല്ലാവരും എഴുതി ഒപ്പിട്ട് വാങ്ങുന്നൊക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ ഒരു ബുക്ക് ഉണ്ടാക്കി. ആ ബുക്കിൽ ഈ ഓട്ടോഗ്രാഫിൽ എഴുതുന്ന പോലെ കുറേ കാര്യങ്ങൾ എഴുതി ഒരു 2-3 ആളെ കൊണ്ട് എഴുതിപ്പിച്ച് പിന്നെ എനിക്ക് ആ മൂഡ് പോയി. അപ്പോൾ അന്ന് ആ എഴുതി തന്ന ആൾക്കാരെ പേപ്പർ മാത്രം ഞാൻ കീറി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഇതിനകത്ത് പോക്കറ്റ്സ് ആക്കിയിട്ട് അതിൽ വെച്ചിട്ടുണ്ട്. ഈ ഫോട്ടോസൊക്കെ പ്രിൻ്റ് ചെയ്ത് ഒട്ടിച്ച് വെക്കുന്നതിൽ വേറെയും കുറേ കാരണങ്ങളുണ്ട്. അങ്ങനെ വെച്ചാൽ ഒരു ടൈമിൽ എൻ്റെ കുറേ ഫോട്ടോസ് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു, ഫോണിനകത്തുനിന്ന് ഫോൺ ചേഞ്ച് ആക്കിയപ്പോഴൊക്കെ. അപ്പം ആ ടൈമിൽ ഈ ഫോട്ടോസൊക്കെ പ്രിൻ്റ് ചെയ്ത് നമ്മളെ കയ്യിൽ വെക്കുകയാണെങ്കിൽ കുറേ കാലം കഴിഞ്ഞാലും ഈ മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ നമുക്ക് ആ ഫോട്ടോസ് കിട്ടും. പിന്നെ നമ്മൾ ഭയങ്കര സ്ട്രെസ്സായിരിക്കുന്ന സമയത്തൊക്കെ ഈ ജേണൽ വായിക്കുക, അതേമാതിരി എന്തെങ്കിലും പുതിയത് എഴുതുക, ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഞാനിതിനകത്ത് എന്താ പറയുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് എഴുതുന്ന ആളല്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ഒരു മൂടുള്ളപ്പം അങ്ങനെയൊക്കെയാണ് ഞാനിത് എഴുതാറ്. അതേപോലെ അടുപ്പിച്ചല്ല എഴുതുന്നത്, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എഴുതിയിട്ട് ലാസ്റ്റ് ബുക്ക് ഫുള്ളാവുമ്പോൾ ഓരോ ഭാഗത്തായിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ അനിയത്തി 2-ലോ 3-ലോ പഠിക്കുന്ന സമയത്ത് മോട്ടു പത്ലുവിനെയും മറ്റേ ബിയറിനെയും വരച്ച ഫോട്ടോ ആണ്. ഈ ഗ്രീറ്റിംഗ് കാർഡ് എനിക്ക് തന്ന ആൾ ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം. എന്തായാലും കൃഷ്ണജ ഇതിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ കാണിച്ച ഒരു പേപ്പറുണ്ട്, അതിനകത്ത് റവ ലഡുവിനെ പറ്റിയിട്ട് എഴുതിയതാണ്. അത് ഞാൻ 7th പഠിക്കുന്ന സമയത്ത് എൻ്റെ എടുത്തിരുന്ന സൂര്യഗായത്രി പറഞ്ഞ കുട്ടിയുണ്ടായിരുന്നു. ഓൾ എനിക്ക് റവ ലഡു ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ എഴുതി തന്നതാണ് ഒരു പേപ്പറിൽ. ഞാൻ ഈ ഹാൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ എന്ന് പറയുന്ന ബുക്ക് വായിച്ചതിന് ശേഷമാണ് ഡയറി എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാൻ ഫ്രാങ്കിൻ്റെ ലൈഫിലുള്ള ഓരോ കാര്യങ്ങളും അതേ ദിവസം ഓൾ എഴുതി വെക്കിയിരുന്നു. അതേമാതിരി ഓരോ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്തും അതൊക്കെ അതിൽ എഴുതി വെക്കും. അപ്പോൾ അതിനൊരു ടൈം കണ്ടുപിടിക്കുന്നതും ആ കാര്യങ്ങൾ എഴുതുന്നതും ഒക്കെ ആലോചിച്ച സമയത്ത് എനിക്കും അതിനോടൊരു താല്പര്യമായിരുന്നു. അന്നൊക്കെ ഞാൻ എഴുതിയ ഡയറീസ് എന്ന് പറയുന്നത് കുറച്ച് ക്രിഞ്ചായിരുന്നു. അത്യാവശ്യം ഇങ്ങനെ അമ്മ അടിച്ചു, കുട്ടി നുള്ളി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പം പിന്നെ ഒരു 7th 8th പഠിക്കുന്ന സമയത്ത് അത് വായിച്ചപ്പം അധികം ഒരിത് തോന്നിയില്ല. അപ്പം ഞാനത് കൊണ്ടിട്ടാഞ്ഞ് എനിക്ക് തോന്നുന്നു കത്തിച്ചതാണെന്ന്. അങ്ങനെ ആ ഡയറീസൊക്കെ പോയി. പിന്നെ ഇപ്പം നിലവിലുള്ളത് കുറേ ഇതേമാതിരി അന്നൊക്കെ എടുത്ത് വെച്ച കുറച്ച് എഴുത്തുകൾ, അതേമാതിരി ആരെങ്കിലുമൊക്കെ കൂടെയുള്ള ഫോട്ടോ, പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഒരു എഴുതി തന്ന കാര്യങ്ങൾ, അതൊക്കെ തന്നെ ഇപ്പോൾ ഉള്ളൂ.
അവിടെ ഇവിടെയൊക്കെ ചെറുങ്ങനെ എഴുതാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ട് ലാസ്റ്റിലേക്ക്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എഴുതിയിട്ടില്ല. പിന്നെ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കുറച്ചായല്ലേ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പം ഞാൻ എന്തായാലും അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതൊന്ന് എഴുതാണ്ടിട്ടത്. NSSൻ്റെ പേജ് കണ്ടപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അതിനകത്ത് നല്ല മെമ്മറീസാണ് ഈ പ്രാവശ്യം കിട്ടിയത്. അപ്പോൾ എനിക്ക് എഴുതണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ മുന്നോട്ടേക്ക് പോകുന്നില്ല. ആ എഴുത്തങ്ങോട്ട് റെഡി ആവുന്നില്ല. അപ്പം ഞാൻ എന്തായാലും അത് എഴുതും. പിന്നെ മെമ്മറീസ് എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടാവുമല്ലോ. നമ്മൾ എന്താ പറയുക, ചെറുതാകുമ്പോൾ മുതൽ ഇതുവരെ ആയിട്ട് കുറേ മെമ്മറീസ് ഉണ്ടാവും. അതൊക്കെ കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ ആ ജേണലിൽ എല്ലാം കൊള്ളിക്കുക. എന്നിട്ട് അടുത്ത ജേണൽ മുതൽ ആ ഇയറിൽ നടക്കുന്ന സംഭവങ്ങൾ ഫുള്ള് എഴുതാം. ഞാനിപ്പോൾ അങ്ങനെയാണ് ട്രൈ ആക്കുന്നത്. പിന്നെ ഇപ്രാവശ്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ വിചാരിച്ചത് ഒരു ജേണൽ, ഒരു പേഴ്സണൽ ഡയറി അങ്ങനെയൊക്കെ യൂസ് ആവുന്നതാണ്. പക്ഷേ ഇപ്പം ഞാൻ ഒരൊറ്റ ജേണലാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഈ ജേണൽ. ഈ ജേണലിൻ്റെ വീഡിയോ ഞാൻ ഇടാമെന്ന് പറഞ്ഞിരുന്നു ഷോർട്സ് ആക്കിയിട്ട്. പിന്നെ എഴുതുന്ന സമയത്ത് ആ വീഡിയോ എടുക്കാനൊന്നുള്ള ആ മൂഡ് ഉണ്ടാവില്ല. ഇത് ചെയ്യുന്ന ആ ഫ്ലോയിൽ അങ്ങോട്ട് ചെയ്യും. അപ്പം ഞാൻ എന്തായാലും ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് ഷോർട്സ് ആക്കി ഇടാൻ നോക്കാം. ഇതിനകത്ത് അത്യാവശ്യം ഞാൻ ജേണൽ പോലെ ആക്കി എടുക്കുന്നുണ്ട്. ഒരു ബുള്ളറ്റ് ജേണൽ തന്നെ കറക്റ്റ്. ഇതിലും കുറച്ച് കാര്യങ്ങൾ എഴുതാനുണ്ട്. എഴുതാനുള്ളതൊക്കെ ഞാൻ അവിടെ വെച്ചതാണ്. ഇനിയിപ്പോൾ ഒരു മൂഡ് വരുമ്പം അത് എഴുതും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഒന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം 2025 കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ ജേണൽ ഇഷ്ടമായെന്ന് പറയാൻ മറക്കരുത്. അപ്പം കമൻറ്റിൽ അറിയിക്കുക. ഡു സബ്സ്ക്രൈബ്. ബൈ.